സച്ചിൻ ടെണ്ടുൽക്കർ, റിക്കി പോണ്ടിംഗ് എന്നീ താരങ്ങൾ നയിച്ചപ്പോൾ കിട്ടാതിരുന്ന IPL കിരീടം മുംബൈക്ക് ആദ്യമായി നേടിക്കൊടുത്തത് രോഹിത് ശർമ്മയാണ്. മുംബൈ ഇന്ത്യൻസിലൂടെയാണ് രോഹിത് ശർമ്മ നായക പദവിയുടെ വികാരവും നോവും മധുരവും ആദ്യം അറിഞ്ഞത്. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നുള്ള രോഹിത് ശർമ്മയുടെ പടിയിറക്കം ആരാധകരെ മാത്രമല്ല ടീമിലെ കളിക്കാരെയും നിരാശരാക്കിയിരിക്കുന്നു. സൂര്യകുമാർ യാദവ് ഹൃദയം തകരുന്ന ഇമോജിയിട്ട് പ്രതികരിച്ചത് ക്യാപ്റ്റൻ മാറിയതിൽ ടീം അംഗങ്ങളുടെ നിരാശയാണെന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയതോടെ മുംബൈ ഇന്ത്യൻസിന് എക്സ് പ്ലാറ്റ്ഫോമിൽ നഷ്ടപ്പെട്ടത് 4 ലക്ഷം ഫോളോവേഴ്സിനെയാണ്. പാണ്ഡ്യയെ നായകനാക്കി പ്രഖ്യാപിച്ച് കേവലം 1 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വലിയ നഷ്ടം ടീമിന് നേരിടേണ്ടി വന്നത്. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെ 5 തവണ ഫൈനലിൽ എത്തിച്ചു. 5 വട്ടവും കിരീടം നേടി. 2013, 15, 17, 19, 20 വർഷങ്ങളിലെ കിരീട നേട്ടത്തിലൂടെ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നായി മുംബൈയെ മാറ്റുന്നതിൽ രോഹിത് ശർമ്മയുടെ പങ്ക് വിസ്മരിക്കാനാവില്ല. രോഹിത് ശർമ്മയുടെ പിൻഗാമി സ്ഥാനത്തേക്ക് മുംബൈ ഇന്ത്യൻസിന് പരിഗണിക്കാവുന്ന 2 പേരുകൾ സീനിയർ താരങ്ങളും ടീമിന്റെ വിശ്വസ്തരുമായിരുന്ന സൂര്യകുമാർ യാദവിന്റെയും ജസ്പ്രീത് ബുംറയുടെയുമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെ ഹാർദിക്കിനെ ഗുജറാത്തിൽ നിന്ന് തിരിച്ചെത്തിക്കുകയും ക്യാപ്റ്റനാക്കുകയും ചെയ്തതോടെ ഇരുവരുടെയും ക്യാപ്റ്റൻ പ്രതീക്ഷകളാണ് അവസാനിച്ചത്. ഗുജറാത്ത് ടൈറ്റൻസിനെ ആദ്യ സീസണിൽ തന്നെ കിരീടത്തിലേക്ക് നയിക്കുകയും 2ാം സീസണിൽ ഫൈനലെത്തിക്കുകയും ചെയ്ത ഹാർദിക്കിനെ തിരിച്ചെത്തിച്ചത് തന്നെ രോഹിത്തിന്റെ പിൻഗാമിയാക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോഴും രോഹിത്തിനെ പോലെ ടീം അംഗങ്ങളുടെ ബഹുമാനവും ആദരവും പിടിച്ചുപറ്റുക എന്നത് ഹാർദിക്കിന് എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്ത് ടൈറ്റൻസ് പുതിയ ടീമായിരുന്നതിനാൽ ഹാർദിക്കിന് ബോസ് എന്ന നിലയിൽ തന്നെ ടീമിനെ നയിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ സൂര്യയും ബുംറയുമെല്ലാം അടങ്ങുന്ന മുംബൈയെ അതേ ശൈലിയിൽ നയിച്ചാൽ എന്താകും സംഭവിക്കുക എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മ പടിയിറങ്ങിയതിനു പിന്നാലെ മുംബൈ ഇന്ത്യൻസിൽ എന്തൊക്കെ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ.